തൃശ്ശൂർ അതിരൂപത കുടുംബ കൂട്ടായ്മ ഈ മാസം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം മുനമ്പം നിവാസികളും വഖഫ് നിയമവും എന്നതാണ്. ലോകം ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മുനമ്പത്തെ 610ഓളം കുടുംബങ്ങൾ കഴിഞ്ഞ 3 മാസത്തിലേറെ കാലമായി ഒരു അതിജീവന പോരാട്ടത്തിലാണ്. 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അവർ അവരുടെ അധ്വാനം കൊണ്ട് വില കൊടുത്തു വാങ്ങിയ ഭൂമി അത് രജിസ്റ്റർ ചെയ്ത് പോക്കുവരവ് നിർവഹിച്ച് കരമടച്ച് അവർ ഉപയോഗിക്കുന്ന അവരുടെ കിടപ്പാടങ്ങൾ, ആ ഭൂമിയിലാണ് വഖഫ് ബോർഡ് പുതിയ അവകാശവാദവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എന്താണ് വഖഫ്? ഇസ്ലാമിക ജീവിതചര്യയെ അനുസരിച്ച് ആധ്യാത്മിക കാര്യങ്ങൾക്കോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കോ വേണ്ടി അള്ളാഹുവിന് സമർപ്പിക്കുക എന്നതാണ് വഖഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്രകാരം വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയുടെ മേൽനോട്ടം നിർവഹിക്കുന്ന സമിതിയാണ് വഖഫ് ബോർഡ്. 1902 തിരുവിതാംകൂർ രാജാവ് 404 ഏക്കർ ഭൂമി അബ്ദുൾ സത്താർ സേട്ട് എന്ന വ്യക്തിക്ക് പാട്ടത്തിന് നൽകുകയുണ്ടായി. അതിനുശേഷം ആ ഭൂമി സിദ്ദിഖ് സേട്ട് എന്ന വ്യക്തിയുടെ കൈവശത്തിൽ എത്തിച്ചേരുകയും 1950 അദ്ദേഹം ഈ ഭൂമി വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ഫറൂഖ് കോളേജിന് കൈമാറുകയുമാണ് ചെയ്തത്. പതിറ്റാണ്ടുകളായി ഈ ഭൂമിയിൽ കുടികിടപ്പുണ്ടായിരുന്ന നിരവധിയായ ആളുകൾ ഫറൂഖ് കോളേജിന് വില കൊടുത്ത് വാങ്ങിയ ഭൂമി, ആ ഭൂമിയിലാണ് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്നത്. 1995 രാജ്യത്ത് നിലവിൽ വന്ന വഖഫ് നിയമത്തിൻ്റെ ആർട്ടിക്കിൾ 40 അനുസരിച്ച് ഒരു ഭൂമിയിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചാൽ അത് സംബന്ധിച്ച ഉടമസ്ഥതയെ സംബന്ധിച്ച കാര്യങ്ങളിൽ അതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തേണ്ടത് വഖഫ് ബോർഡല്ല, മറിച്ച് അതിൻ്റെ ഉടമസ്ഥർ തന്നെയാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. വഖഫ് ഭൂമി സംബന്ധിച്ച തർക്കങ്ങളുണ്ടായാൽ രാജ്യത്തെ സിവിൽ കോടതികളല്ല അവ പരിഹരിക്കേണ്ടത്, മറിച്ച് വഖഫ് ട്രിബ്യൂണലുകളാണ് എന്നതും നാം തിരിച്ചറിയേണ്ടതുണ്ട്. മുനമ്പത്തെ വിവാദ ഭൂമി പ്രശ്നം ഏതെങ്കിലും മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു തർക്കമല്ല, മറിച്ച് നിരവധി വർഷങ്ങളായി തങ്ങൾ താമസിക്കുന്ന ഭൂമിയിൽ നിന്നും ഒരു വലിയ ജനവിഭാഗത്തെ ഇറക്കി വിടുകയോ അവരുടെ റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം. അതുമൂലം അവർക്ക് നിഷേധിക്കപ്പെടുന്നത് അവരുടെ കുടികിടപ്പ് അവകാശവും അവരുടെ കിടപ്പാടങ്ങളും മാത്രമല്ല, അവരുടെ മനുഷ്യാവകാശങ്ങൾ കൂടിയാണ് ഇവിടെ നിഷേധിക്കപ്പെടുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മുനമ്പത്തെ പ്രശ്നം രാജ്യത്തെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന യാഥാർത്ഥ്യവും നാം തിരിച്ചറിയണം. ഈ അടുത്ത കാലത്തായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, അതുപോലെ തന്നെ കേരളത്തിൻ്റെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ, വിവിധ ഭൂമികളിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുകയും അത് വലിയ വിവാദങ്ങളാകുകയും ചെയ്തു. ഇതിൽ ഇരകളാകുന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരല്ല, മറിച്ച് വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ പുതിയ വഖഫ് ഭേദഗതി ബില്ലുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഗസ്റ്റ് 8 രാജ്യത്തെ പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജിജു പുതിയ ഭേദഗതി ബിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അതിൽ നിരവധിയായ നിർദ്ദേശങ്ങളാണ് പുതിയതായി കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു വ്യക്തി തൻ്റെ വസ്തുവകകൾ വഖഫായി പ്രഖ്യാപിക്കണമെങ്കിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി അദ്ദേഹം ഇസ്ലാം മതവിശ്വാസിയായിരിക്കണം. വഖഫ് ട്രിബ്യൂണലിൻ്റെ തീരുമാനത്തിനെതിരെ 90 ദിവസത്തിനുള്ളിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ ഒരു പൗരന് അവകാശമുണ്ടായിരിക്കും. വഖഫായി പ്രഖ്യാപിക്കുന്ന വസ്തുവിന്മേൽ അദ്ദേഹത്തിന് ഉടമസ്ഥാവകാശം ഉണ്ടായിരിക്കണം എന്നും പുതിയ ഭേദഗതി ബില്ലിൽ നിർദ്ദേശിക്കുന്നു. ഒരു ഭൂമി വഖഫ് പ്രോപ്പർട്ടി ആണോ
എന്ന് തീരുമാനിക്കുന്നതിനുള്ള അവകാശം വഖഫ് ബോർഡിൽ നിന്നും എടുത്തു മാറ്റാനുള്ള ശുപാർശകളും പ്രസ്തുത ബില്ലിലുണ്ട്. സർക്കാർ വസ്തുവകകൾ വഖഫായി പ്രഖ്യാപിക്കാൻ പാടുള്ളതല്ല എന്നും പുതിയ ബില്ലിൽ പറയുന്നു. ഈ സാഹചര്യത്തിൽ നമ്മുടെ ചർച്ചകൾക്കായി 3 ചോദ്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ സമർപ്പിക്കുകയാണ്. മുൻപത്തെ ഭൂമി വിവാദം മതപരമായ ഒരു വിഷയമാണോ? പണം ചെലവാക്കി രജിസ്റ്റർ ചെയ്ത് സ്വന്തമാക്കിയ ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കുന്നത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? കേന്ദ്രത്തിൻ്റെ വഖഫ് ഭേദഗതി നിർദ്ദേശങ്ങളെ നിങ്ങൾ പിന്തുണയ്ക്കുന്നില്ലേ? നന്ദി, നമസ്കാരം.